എല്ലാവർക്കും നമസ്കാരം. UGC നെറ്റ് പരീക്ഷയിൽ ഇവിടെ സംസ്കൃതം ട്രഡീഷണൽ സബ്ജക്ട്സിൻ്റെ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, അതേസമയം വളരെ കടുപ്പമേറിയ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. കടുപ്പമേറിയത് എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ വിദ്യാഭ്യാസ കാലത്ത് കോളേജ്, ഡിഗ്രി, PG ലെവലിലൊന്നും പഠിക്കാത്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് എല്ലാ ഗ്രന്ഥവും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ചില ഗ്രന്ഥങ്ങൾ മിക്കവാറും ചില അധ്യായങ്ങൾ ഒരു ഗ്രന്ഥം പൂർണ്ണമായി പഠിക്കുന്നതിനേക്കാളും ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു ഗ്രന്ഥത്തിലെ ഒരു അധ്യായം, രണ്ടാമത്തെ സെമസ്റ്ററിൽ മറ്റൊരു അധ്യായം, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു പോരുന്നത്. ഒരു ഗ്രന്ഥം മുഴുവനായിട്ട് പഠിക്കുന്നത് കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചില ഗ്രന്ഥങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ചോദിക്കുമ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ടാവും, എവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എവിടെ കാണുമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകും. പക്ഷേ ചില ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കാത്ത ഗ്രന്ഥങ്ങൾ, അതിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് ചോദിച്ച ചോദ്യമാണ്, എവിടെയാണ് ഇതിൻ്റെ ഉത്തരം പോയി തിരയേണ്ടത് എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പം നമുക്കുണ്ടാവാറുണ്ട്, എനിക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് UGC നെറ്റ് പരീക്ഷയിൽ ചോദിച്ചത്. 2024 ജൂണിൽ മാറ്റിവെച്ച പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അർത്ഥശാസ്ത്രേ അധ്യക്ഷപ്രചാരാധികരണേ പരിഗണിതാൻ അധ്യക്ഷാൻ ചിനുത. അർത്ഥശാസ്ത്രേ അധ്യക്ഷപ്രചാരാധികരണേ പരിഗണിതാൻ അധ്യക്ഷാൻ ചിനുത. അർത്ഥശാസ്ത്രത്തിൽ അധ്യക്ഷപ്രചാരാധികരണം എന്നൊരധികരണമുണ്ട്. അതിൽ ഉള്ള അധ്യക്ഷങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനുകൾ: പണ്യാധ്യക്ഷ, കുപ്യാധ്യക്ഷ, സൂത്രാധ്യക്ഷ, വിദ്യാധ്യക്ഷ, വിമാനാധ്യക്ഷ. അപ്പോൾ ഇവിടെ അർത്ഥശാസ്ത്രം ഒരു പേപ്പർ ഡിഗ്രി ലെവലിൽ പഠിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് എന്തായാലും എനിക്ക് അറിയണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അർത്ഥശാസ്ത്രം ഗ്രന്ഥം എടുക്കുന്നു, അതിൽ അധ്യക്ഷപ്രചാരാധികരണം എടുക്കുന്നു, എന്നിട്ടതിൽ പരിശോധിച്ച് ഉത്തരം കണ്ടെത്തുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള പല വിഷയങ്ങളും നമുക്ക് നോക്കേണ്ടി വരും. എങ്കിലും ഈ സംസ്കൃതം എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഷയായതുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും അത് വളരെ ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ഉത്തരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കുമ്പോൾ അതൊരു പ്രത്യേകതരം ആനന്ദമാണ്. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചത്? അർത്ഥശാസ്ത്രേ അധ്യക്ഷപ്രചാരാധികരണേ പരിഗണിതാൻ അധ്യക്ഷാൻ ചിനുത. അർത്ഥശാസ്ത്രത്തിൽ അധ്യക്ഷപ്രചാരാധികരണത്തിൽ ഉള്ള അധ്യക്ഷങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നൊരു കാര്യം കിട്ടി. അർത്ഥശാസ്ത്രത്തിലെ ഒരു അധികരണത്തിൻ്റെ പേരാണ് അധ്യക്ഷപ്രചാരാധികരണം എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ജിജ്ഞാസ ഉണ്ടാവുന്നു, എനിക്ക് ജിജ്ഞാസ ഉണ്ടായി. അപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ എത്ര അധികരണങ്ങളുണ്ട് എന്ന് ഒരു ജിജ്ഞാസ ഉണ്ടായി. അപ്പോൾ അത് അന്വേഷിച്ചു പോയി. അപ്പോഴാണ് അർത്ഥശാസ്ത്രത്തിൽ 15 അധികരണങ്ങളാണുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് അവയുടെ പേരുകൾ എന്ന് നോക്കിയപ്പോൾ വിനയാധികാരിക അധികരണം 1, അധ്യക്ഷപ്രചാരാധികരണം 2, ധർമ്മസ്ഥീയ അധികരണം 3, കണ്ടകശോധന അധികരണം 4,
യോഗവൃത്ത അധികരണം 5, മണ്ഡലയോനി അധികരണം 6, ഷാഡ്ഗുണ്യ അധികരണം 7, വ്യസനാധികാരിക അധികരണം 8, അഭിയാസ്യത് കർമ്മ അധികരണം 9, സാംഗ്രാമിക അധികരണം 10, സംഘവൃത്ത അധികരണം 11, ആംബലീയസാധികരണം 12, ദുർഗലംഭോപായ അധികരണം 13, ഔപനിഷദിക അധികരണം 14, തന്ത്രയുക്തി അധികരണം 15. ഇങ്ങനെ അധികരണങ്ങൾ 15 എന്ന് കിട്ടി. അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. അർത്ഥശാസ്ത്രത്തിൽ 160 പ്രകരണങ്ങളാണ് ഉള്ളത് എന്നും മനസ്സിലാക്കാം. അപ്പോൾ ഈ അധികരണങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഒന്നാമത്തെ അധികരണം വിനയാധികാരിക അധികരണം, രണ്ടാമത്തെ അധികരണം അധ്യക്ഷ പ്രചാരാധികരണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അധികരണത്തിൽ, അധ്യക്ഷ പ്രചാരാധികരണം എന്ന രണ്ടാമത്തെ അധികരണത്തിൽ എത്ര അധ്യക്ഷങ്ങളുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പൊതുവെ ഓരോ അധികരണത്തിലെയും വിഷയങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഇവിടെ നെറ്റിൽ നിന്നും കിട്ടിയ ഒരു മലയാള ഭാഷ പരിവർത്തനമാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ. ഇതിൽ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ അധികരണങ്ങളിലും എന്താണ് വിഷയം എന്നുള്ളത്. അത് നോക്കാം. വായിക്കാം. പൃഥിവിയുടെ ലബ്ധിയെപ്പറ്റിയും പാലനത്തെപ്പറ്റിയും ഏതെല്ലാം അർത്ഥശാസ്ത്രങ്ങൾ പൂർവാചാര്യന്മാർ നിർമ്മിച്ചിട്ടുണ്ടോ അതെല്ലാം ചുരുക്കിയെടുത്തിട്ടാണ് ഈ അർത്ഥശാസ്ത്രം മിക്കതും നിർമ്മിച്ചിരിക്കുന്നത്. ഈ അർത്ഥശാസ്ത്ര ഗ്രന്ഥം മിക്കതും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ പ്രകരണങ്ങളും അധികരണങ്ങളും ഇന്നതെല്ലാമാണെന്ന് കാണിക്കാം. നമുക്കറിയാം അർത്ഥശാസ്ത്രത്തിൽ എന്താണ് വിഷയം? രാജ്യപരിപാലനം. ഒരു രാജ്യം നിലനിന്ന് പോകാൻ എന്തൊക്കെ ഘടകങ്ങൾ വേണോ അതിനെപ്പറ്റിയുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രന്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഒന്നാം അധികരണമാണ് വിനയാധികാരികം. അതിലെ വിഷയങ്ങൾ പറയുന്നു: വിദ്യാസമുദ്ദേശം, വൃദ്ധസംയോഗം, ഇന്ദ്രിയജയം, അമാത്യോൽപത്തി, മന്ത്രിപുരോഹിതോൽപത്തി, ഉപധകൾ വഴിയായി അമാത്യന്മാരുടെ ശൗചാശൗചജ്ഞാനം, ഗൂഢപുരുഷോൽപത്തി, ഗൂഢപുരുഷപ്രണിധി, സ്വവിഷയത്തിലെ കൃത്യാകൃത്യപക്ഷരക്ഷണം, പരവിഷയത്തിലെ കൃത്യാകൃത്യപക്ഷോപഗ്രഹം, മന്ത്രാധികാരം, ദൂതപ്രണിധി, രാജപുത്രരക്ഷണം, അവരുദ്ധവൃത്തം, അവരുദ്ധനിലുള്ള വൃത്തി, രാജപ്രണിധി, നിശാന്തപ്രണിധി, ആത്മരക്ഷിതകം. ഇങ്ങനെ വിനയാധികാരികം ഒന്നാം അധികരണം. ഇനിയാണ് നമ്മുടെ ചോദ്യം ഉള്ള രണ്ടാമത്തെ അധികരണം. അതിലെ വിഷയങ്ങൾ നോക്കാം. ജനപദ വിനിവേശം, ഭൂമിഛിദ്രവിധാനം, ദുർഗവിധാനം, ദുർഗനിവേശം, സന്നിധാതൃ നിചയകർമ്മം എന്ന് വെച്ചാൽ കരം പിരിച്ചു ശേഖരിച്ചു വയ്ക്കൽ, സമാഹർതൃ സമുദയ പ്രസ്ഥാപനം എന്ന് വെച്ചാൽ ഖനികളിൽ നിന്ന് ദ്രവ്യം ശേഖരിച്ചു വയ്ക്കൽ, അക്ഷപടലത്തിൽ ഗാണനിക്യാധികാരം, യുക്താപഹൃത സമുദയ പ്രത്യാനയനം, ഉപയുക്ത പരീക്ഷ, ശാസനാധികാരം, കോശപ്രവേശ്യ രത്നപരീക്ഷ, ആകരകർമാന്ത പ്രവർത്തനം, അക്ഷശാലയിൽ സുവർണാധ്യക്ഷൻ, വിശിഖയിൽ സൗവർണിക പ്രചാരം, കോഷ്ഠാഗാരാധ്യക്ഷൻ,
പണ്യാധ്യക്ഷൻ. അപ്പോൾ ഈ പണ്യാധ്യക്ഷൻ എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷനുകളിലുള്ളതാണ്. പണ്യാധ്യക്ഷൻ, കുപ്യാധ്യക്ഷൻ, അതുപോലെ കുപ്യാധ്യക്ഷനും നമ്മുടെ ഓപ്ഷനുകളിലുണ്ട്. ആയുധാകാരാധ്യക്ഷൻ, തുലാമാന പൗതവം, ദേശകാലമാനം, ശുൽക്കാധ്യക്ഷൻ, സൂത്രാധ്യക്ഷൻ. ഈ സൂത്രാധ്യക്ഷനും നമ്മുടെ ഓപ്ഷനുകളിലുണ്ട്. സൂനാധ്യക്ഷൻ, ഗണികാധ്യക്ഷൻ, നാവാധ്യക്ഷൻ, ഗോധ്യക്ഷൻ, അശ്വാധ്യക്ഷൻ, പത്യാധ്യക്ഷൻ, സേനാപതി പ്രചാരം, മുദ്രാധ്യക്ഷൻ, വിവീതാധ്യക്ഷൻ, സമാഹർത്തൃപ്രചാരം, ഗൃഹപതി, വൈദേഹതാപസ വ്യഞ്ജനരായ പ്രണിധികൾ, നാഗരിക പ്രണിധി. ഇങ്ങനെ അധ്യക്ഷപ്രചാരം രണ്ടാം അധികരണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഉത്തരം കിട്ടുന്നത് ഓപ്ഷൻ 3 എ, ബി, സി. പണ്യാധ്യക്ഷ, കുപ്യാധ്യക്ഷ, സൂത്രാധ്യക്ഷ. ഇത് 3 ഈ ഓപ്ഷനുകളിൽ അധ്യക്ഷ പ്രചാരാധികരണത്തിൽ പറയപ്പെടുന്ന അധ്യക്ഷങ്ങൾ എന്ന് കിട്ടുന്നു. ഇനി 3-ാം അധികരണം. വ്യവഹാരസ്ഥാപന, വിവാദപദ നിബന്ധം, വിവാഹസംയുക്തം, ദായവിഭാഗം, വാസ്തുകം, സമയാനപാകർമ്മം, ഋണാദാനം, ഔപനിധികം, ദാസകർമ്മകരകൽപ്പം, സംഭൂയസമുത്ഥാനം, വിക്രീതക്രീതാനുശയം, ദത്താനപാകർമ്മം, അസ്വാമിവിക്രയം, സ്വസ്വാമിസംബന്ധം, സാഹസം, വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം, ദ്യൂതസമാഹ്വയം, പ്രകീർണകങ്ങൾ. ഇങ്ങനെ ധർമ്മസ്ഥേയം 3-ാം അധികരണം. ധർമ്മസ്ഥേയം എന്ന 3-ാം അധികരണത്തിലെ വിഷയങ്ങളാണ് ഇവ. അടുത്തത് കണ്ടകശോധനം എന്ന 4-ാം അധികരണത്തിലെ വിഷയങ്ങളാണ്. കാരൂരരക്ഷണം. ചില അക്ഷരങ്ങൾ ക്ലിയർ അല്ല ഇതിൽ. വൈദേഹകരക്ഷണം, ഉപനിപാത പ്രതീകാരം, ഗൂഢാജീവിരക്ഷ, സിദ്ധവ്യഞ്ജനരെക്കൊണ്ട് മാണവ പ്രകാശനം, ശങ്കാരൂപകർമാദിഗ്രഹം, ആശുമൂതകപരീക്ഷ, വാക്യകർമാനുയോഗം, സർവാധികരണരക്ഷണം, ഏകാംഗവധനിഷ്ക്രയം, ശുദ്ധചിത്രദണ്ഡക്യം, കന്യാപ്രകർമ്മം, അതിചാരദണ്ഡം. ഇങ്ങനെ കണ്ടകശോധനം 4-ാം അധികരണം. ഇനി യോഗവൃത്തം എന്ന 5-ാം അധികരണത്തിലെ വിഷയങ്ങളാണ്. ദാണ്ഡകർമ്മികം, കോശാഭിസംഹരണം, ഭൃത്യഭരണീയം, അനുജീവിവൃത്തം, സമയാചാരികം, രാജ്യപ്രതിസന്ധാനം, ഏകൈശ്വര്യം. ഇങ്ങനെ യോഗവൃത്തം 5-ാം അധികരണം. അടുത്തത് മണ്ഡലയോനി എന്ന 6-ാം അധികരണത്തിൽ പ്രകൃതി സമ്പത്തുകൾ, ശമവ്യായാമികം. ഇങ്ങനെ മണ്ഡലയോനി 6-ാം അധികരണം. ഇനി 7-ാം അധികരണം. ഷാഡ്ഗുണ്യസമുദ്ദേശം, ക്ഷയസ്ഥാനവൃദ്ധിനിശ്ചയം, സംശ്രയവൃത്തി, സമഹീനജ്യായാന്മാരെപ്പറ്റിയുള്ള ഗുണാഭിനിവേശം, ഹീനസന്ധികൾ, വിഗൃഹ്യാസനം, സന്ധായാസനം, വിഗൃഹ്യയാനം, സന്ധായയാനം, സംഭൂയപ്രയാണം, യാദവ്യാമിത്രന്മാരെപ്പറ്റിയുള്ള അഭിഗ്രഹചിന്ത, പ്രകൃതികളുടെ ക്ഷയലോഭവിരാഗഹേതുക്കൾ, സാമവായിക വിപരിമർശം, സംഹിതപ്രയാണികം, പരിപണിതാപസൃതസന്ധികൾ,
ദ്വൈധീഭാവത്തിലുള്ള സന്ധിവിക്രമങ്ങൾ, യാതവ്യവൃത്തി, അനുഗ്രാഹ്യ മിത്ര വിശേഷങ്ങൾ, മിത്രഹിരണ്യഭൂമികർമ്മസന്ധികൾ, പാർഷ്ണിഗ്രാഹചിന്ത, ഹീനശക്തിപുരാണം, ബലവാനോടു വിഗ്രഹിച്ച് ഉപരോധത്തിനുള്ള ഹേതുക്കൾ, ദണ്ഡോപനതവൃത്തം, ദണ്ഡോപനായിവൃത്തം, സന്ധികർമ്മം, സന്ധിമോക്ഷം, മധ്യമചരിതം, ഉദാസീനചരിതം, മണ്ഡലചരിതം, ഇങ്ങനെ ഷാഡ്ഗുണ്യം 7-ാമധികരണം. ഇനി വ്യസനാധികാരികം എന്ന 8-ാമധികരണത്തിലെ വിഷയങ്ങളാണ്. പ്രകൃതിവ്യസനവർഗം, രാജരാജ്യങ്ങളുടെ വ്യസനചിന്ത, പുരുഷവ്യസനവർഗം, പീഡനവർഗം, സ്തംഭവർഗം, കോശസംഗവർഗം, ബലവ്യസനവർഗം, മിത്രാവ്യസനവർഗം, ഇങ്ങനെ വ്യസനാധികാരികം 8-ാമധികരണം. ഇനി അഭിയാസ്യൽക്കർമ്മം എന്ന 9-ാമധികരണത്തിലെ വിഷയങ്ങളാണ്. ശക്തിദേശകാലബലാബലജ്ഞാനം, യാത്രാകാലങ്ങൾ, ബലോപാദാനകാലങ്ങൾ, സന്നാഹഗുണങ്ങൾ, പ്രതിബലകർമ്മം, പശ്ചാൽകോപചിന്ത, ബാഹ്യാഭ്യന്തരപ്രകൃതികോപപ്രതീകാരം, ക്ഷയവ്യയലാഭവിപരിമർശം, ബാഹ്യാഭ്യന്തരാപത്തുകൾ, ദൂഷ്യശത്രുസംയുക്താപത്തുകൾ, അർത്ഥാനർത്ഥസംശയയുക്താപത്തുകൾ, അവയുടെ ഉപായവികൽപ്പസിദ്ധികൾ, ഇങ്ങനെ അഭിയാസ്യൽക്കർമ്മം 9-ാമധികരണം. അടുത്തത് സാംഗ്രാമികം എന്ന 10-ാമധികരണത്തിലെ വിഷയങ്ങളാണ്. സ്കന്ധാവാരനിവേശം, സ്കന്ധാവാരപ്രയാണം, ബലവ്യസനാവസ്കന്ധകാലരക്ഷണം, കൂടയുദ്ധവികൽപ്പങ്ങൾ, സ്വസൈന്യോത്സാഹനം, സ്വബലാന്യബലവ്യായോഗം, യുദ്ധഭൂമികൾ, പത്യശ്വരഥഹസ്തികർമ്മങ്ങൾ, ബലാഗ്രത്താൽ പക്ഷകക്ഷോരസ്യവ്യൂഹവിഭാഗം, സാരഫൽഗുബലവിഭാഗം, പത്യശ്വരഥഹസ്തിയുദ്ധങ്ങൾ, ദണ്ഡഭോഗമണ്ഡലാസംഹതവ്യൂഹവ്യൂഹനം, അതിന്നു പ്രതിവ്യൂഹസ്ഥാപനം, ഇങ്ങനെ സാംഗ്രാമികം 10-ാമധികരണം. ഇനി സംഘവൃത്തം എന്ന 11-ാമധികരണത്തിലെ വിഷയങ്ങളാണ്. ക്ലിയറല്ല. ഉപാദാനങ്ങൾ, ഉപാംശുദണ്ഡം, ഇങ്ങനെ സംഘവൃത്തം 11-ാമധികരണം. 12-ാമധികരണം ആബലീയസം. അതിലെ വിഷയങ്ങളാണ് ദൂതകർമ്മം, മന്ത്രയുദ്ധം, ദശനാമുഖ്യവധം, മണ്ഡലപ്രോത്സാഹനം, ശസ്ത്രാഗ്നിരസപ്രണിധികൾ, വീവധാസാരപ്രസാരവധം, യോഗാതിസന്ധാനം, ദണ്ഡാതിസന്ധാനം, ഏകവിജയം, ഇങ്ങനെ ആബലീയസം 12-ാമധികരണം. 13-ാമധികരണമാണ് ദുർഗലംഭോപായം. ഇതിലെ വിഷയങ്ങളാണ് ഉപജാപം, യോഗവാമനം, അപസർപ്പപ്രണിധി, പര്യുപാസനകർമ്മം, അവമർദ്ദം, സലബ്ധപ്രശമനം, ഇങ്ങനെ ദുർഗലംഭോപായം 13-ാമധികരണം. അടുത്തത് 14-ാമധികരണം പരഘാതപ്രയോഗം, പ്രലംബനം, സ്വബലോപഘാതപ്രതീകാരം, ഇങ്ങനെ ഔപനിഷദികം എന്ന 14-ാമധികരണം. തന്ത്രയുക്തി എന്ന 15-ാമധികരണത്തിലെ വിഷയം തന്ത്രയുക്തികൾ. ഇങ്ങനെ 15 അധികരണങ്ങളിലെയും വിഷയങ്ങൾ. ഇവിടെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അർത്ഥശാസ്ത്രേ അധ്യക്ഷപ്രചാരാധികരണേ പരിഗണിതാൻ അധ്യക്ഷാൻ, ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ അർത്ഥശാസ്ത്രത്തിലെ അധികരണങ്ങൾ, അതിലെ ഓരോ അധികരണങ്ങളിലെയും വിഷയങ്ങൾ എന്താണ് എന്ന് സാമാന്യമായിട്ടുള്ള ഒരറിവുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതാണ് ഈ ഒരു ചോദ്യം. പക്ഷേ ഈ ഒരു ചോദ്യം തന്നെ വരണമെന്നില്ല. അപ്പോൾ ഈ തരത്തിൽ മറ്റ് അധികരണങ്ങളിലെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ
ശരിക്ക് ഈയൊരു ഗ്രന്ഥത്തിൻ്റെ ഘടന, അധികരണങ്ങൾ, അതിലെ വിഷയങ്ങൾ ഇതെല്ലാം നമ്മൾ സാമാന്യമായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാം. പക്ഷേ കണ്ടുപോയി ഇവിടെ ഈയൊരു ചോദ്യത്തിന് വേണ്ടി നമുക്ക് എത്ര ഭാഗങ്ങളാണ് റെഫർ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ കൗതുകം. എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി നമുക്കിങ്ങനെയുള്ള അറിവുകളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. നമസ്തേ.